അടൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ വച്ച മൃതദേഹം അഴുകിയെന്ന് പരാതി. അടൂർ കുന്നിട സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കാണപ്പെട്ടത്. ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധം നടത്തി. അതേസമയം മരിച്ചതിന് 24 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം എത്തിച്ചതെന്നും ഫോറൻസിക് വിദഗ്ധന്റെ സഹായം ആവശ്യമുള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടം നടത്താത്തതെന്നും ആശുപത്രി അധികൃതർ വിശദീകരണം നൽകി. ഇന്നലെ വൈകിട്ടാണ് അടൂർ കുന്നിട സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹം അടൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലെത്തിച്ചത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ മോർച്ചറിയിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം അഴുകിയ നിലയിലും ദുർഗന്ധം വമിക്കുന്ന നിലയിലുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അടൂർ ആശുപത്രിയിലെ അധികൃതർ തയ്യാറായില്ല. തുടർന്നാണ് ബന്ധുക്കൾ മോർച്ചറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. ഈ ബോഡി ഫ്രീസറിൽ വെച്ചു. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 8 മണിയോട് 8:30 കൂടി ബന്ധുക്കൾ വന്ന് ബോഡി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ ബോഡി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഭയങ്കര സ്മെല്ലാണ് പുറപ്പെട്ടത്. ഫ്രീസർ പേരിന് ഫ്രീസറാണെങ്കിലും ഫ്രീസർ സംവിധാനം ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ നല്ല സ്മെല്ലും. വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഇവിടെ മൊത്തം ചോര ഒലിച്ച് ബോഡിയുടെ ബാക്ക് സൈഡ് മൊത്തം ചോര ഒഴിച്ച് കിടക്കുകയാണ്. ഇവർക്ക് സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ആൾക്കാർ ബന്ധപ്പെട്ട സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഇതിന് വ്യക്തമാക്കാൻ വേണ്ടി ആൾ വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് പോലീസിന്റെ അതോറിറ്റി തന്നെ പോലീസ് വ്യക്തമായ മജിസ്ട്രേറ്റ് എഴുതി കൊണ്ടുവന്ന ബോഡിയാണ്. അപ്പോൾ സർക്കാർ അതോറിറ്റിയാണ് ഈ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ 1 മണിക്കൂർ ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കണം എങ്ങനെ അറിയിക്കാൻ വേണ്ടി ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നാൽ മരണം സംഭവിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം എത്തിച്ചതെന്നും അപ്പോഴേക്ക് തന്നെ അഴുകിയിരുന്നെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. മരണസമയവും മരണകാരണവും വ്യക്തമാകാത്ത സാഹചര്യത്തിൽ ഫോറൻസിക് വിദഗ്ധന്റെ ഉൾപ്പെടെ സഹായം ആവശ്യമുള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഒരു 24 hours 24 മണിക്കൂർ മുമ്പേ തന്നെ ഡെത്ത് സംഭവിച്ചു. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ബോഡി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബോഡി വെച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ ചെന്നപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ബോഡി ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഉള്ള ഇതെല്ലാം കണ്ടു. പിന്നെ അത് കൂടാതെ ബോഡിക്ക് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട്. ചെവിയിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്. മുക്കിൽ കൂടെ ചോര വന്നിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ആണെന്ന് അവർ പറഞ്ഞപ്പോൾ നമുക്ക് സസ്പെക്റ്റഡ് കോസ് ഓഫ് ഡെത്തും ടൈം ഓഫ് ഡെത്തുമാണ് നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോഡിയിൽ നമുക്ക് എക്സ്പേർട്ടായിട്ടുള്ള ഫോറൻസിക് സർജൻ തന്നെ ചെയ്യണം. നമ്മളിവിടുത്തെ ഡോക്ടറിന് അത് ചെയ്യാനുള്ള സ്കില്ലില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഫോറൻസിക് സർജൻ ഇല്ല. ജനം, പത്തനംതിട്ട.